നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന വിധത്തിൽ ഗോഡ്സെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ക്യാമ്പസുകളിൽ രാജ്യവിരുദ്ധ പ്രകോപനങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ മതത്തിന്റെയും വർഗീയതയുടെയും വിഷപ്പല്ലുകൾ പ്രൊഫസർ ഉയർത്തിക്കാട്ടുകയുണ്ടായി. ഗോഡ്സെയല്ല ശരിക്കും നമ്മുടെ രാഷ്ട്രപിതാവ്, നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവിനെ താഴ്ത്തിക്കെട്ടി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്ത ഗോഡ്സെയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ് ക്യാമ്പസ്, ഇത്രയും വലിയൊരു ക്യാമ്പസ് പഠിപ്പിക്കുന്ന പ്രൊഫസർ പോസ്റ്റ് ഇട്ടതിൽ വളരെയധികം രാജ്യദ്രോഹവും അതുപോലെ ദേശവിരുദ്ധമായ നിലപാടുകളാണ് ഈ വനിത ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് ABVP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, നാട്ടുകാരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, ഏവർക്കും സാദര നമസ്കാരം. ABVP ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് NIT ക്യാമ്പസിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ തികച്ചും അപമാനിക്കുന്ന തരത്തില് ഒരു പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ആ അധ്യാപികയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ABVP ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയുമായിട്ട് ഈ ക്യാമ്പസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയിട്ടുള്ള നാഥുറാം വിനായക ഗോഡ്സെ എന്ന രാഷ്ട്രദ്രോഹിയെ നമ്മളുടെ രാജ്യത്തെ തന്നെ ഒരു കോടതി, ഗുജറാത്തിലെ ഹൈക്കോടതി തൂക്ക് ശിക്ഷയ്ക്ക് വിധിക്കുകയും അദ്ദേഹത്തിന് ആ പരമോന്നത ശിക്ഷ ലഭിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ ശിക്ഷ ലഭിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു രാഷ്ട്രദ്രോഹിയെ പിന്തുണച്ചുകൊണ്ടാണ് ഈ ക്യാമ്പസിലെ ഒരു പ്രൊഫസർ എത്തിയിട്ടുള്ളത്. ഒരു ക്യാമ്പസിലെ പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പസിലെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ മാതൃകയാവേണ്ട, മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ഉപദേശം നൽകേണ്ട ഒരു പ്രൊഫസറാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അനേകായിരം പ്രശ്നങ്ങൾ, അനേകായിരം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പരക്കുന്നുണ്ട്.